ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിൽ ജോയിന്റ് പാർലമെന്ററി സമിതി എന്ന JPC റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. ബില്ല് ഉടച്ചു വാർക്കൽ ഉള്ള ഒരു നിർദ്ദേശമാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടിയിലെ പ്രതിനിധികൾ ആവശ്യപ്പെടുന്നത്. ബില്ല് പൂർണ്ണമായും തള്ളിക്കളയണമെന്നും അപ്രായോഗികമാണ് എന്നും കോൺഗ്രസ് പറയുമ്പോൾ NDA സർക്കാരിന്റെ JDUവിലെ പ്രതിനിധികളും സമാനമായ ഒരു അഭിപ്രായമാണ് രേഖപ്പെടുത്തിയതെന്ന് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്നാൽ ബില്ല് തള്ളിക്കളയണമെന്ന് അവർ ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഒരു മുന്നണിയിലെ പാർട്ടി എന്നുള്ള നിലയിൽ JDUവിനെ ബില്ലിനെ എതിർക്കുന്നതിൽ ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ചില ഭേദഗതികളാണ് JDU ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ വീണ്ടും ബില്ല് സഭയുടെ മേശപ്പുറത്തെത്തിക്കാനുള്ള ഒരു നീക്കമാണ് NDA സർക്കാരിൽ നിന്നും ഉണ്ടാകുന്നത്. മൃഗീയ ഭൂരിപക്ഷമില്ലാത്തത് കൊണ്ട് തന്നെ ഭേദഗതികൾ എന്തായാലും NDA സർക്കാരിന് അംഗീകരിക്കാതെ മറ്റു നിർവാഹമില്ല. ബില്ല് അവതരിപ്പിച്ചപ്പോൾ JDUവിന്റെ ചില MP-മാർ ലോകസഭയിൽ ഹാജരാകാത്തതിൽ BJP വലിയ വിമർശനമാണ് ഉന്നയിച്ചത്. സുപ്രധാനമായ ഒരു ബില്ലായിട്ട് കൂടി JDUവിന്റെ MP-മാർ വിട്ടുനിന്നത് പ്രതിഷേധത്തിന്റെ ഭാഗമാണെന്ന ചില റിപ്പോർട്ടുകൾ അന്ന് വന്നിരുന്നു. 12 MP-മാരാണ് JDUവിനുള്ളത്. രാജ്യസഭയിലും MP-മാർ ഏറെയുണ്ട്. ഇവരിൽ പലരും പല സമയങ്ങളിലാണ് സഭയിലെത്തിയത്. രാജ്യസഭയിൽ NDAക്ക് 6 നോമിനേറ്റഡ് അംഗങ്ങൾ അടക്കം 125 MP-മാരുടെ പിന്തുണയുണ്ട്. ഇന്ത്യ മുന്നണിക്ക് 86 MP-മാരാണുള്ളത്. YSR കോൺഗ്രസ് 8, BJD 7, ADMK 4, BRS 4, BSP 1 വീതം അംഗങ്ങളും സഭയിലുണ്ട്. ഇവർ 2 മുന്നണിയിലും പെടുന്നില്ല. ചുരുക്കത്തിൽ നിലവിലെ അംഗസംഖ്യ അനുസരിച്ച് വോട്ടെടുപ്പ് ദിവസം എല്ലാ MP-മാരും ഹാജരാകുകയാണെങ്കിൽ ബില്ല് പാസ്സാകാൻ ലോക്സഭയിൽ 362 പേരും രാജ്യസഭയിൽ 164 പേരും അനുകൂലമായി വോട്ട് ചെയ്യേണ്ടിയിരുന്നതാണ്. നിലവിലെ അംഗബലം വെച്ച് NDAക്ക് 3ാം മോദി ഭരണത്തിൽ സാധാരണഗതിയിൽ ബില്ല് പാസ്സാക്കിയെടുക്കാൻ ആകില്ല. ആർട്ടിക്കിൾ 368 2 അനുസരിച്ച് ചില ഭരണഘടനാ ഭേദഗതികൾക്ക് പകുതിയോളം നിയമസഭകളുടെ അംഗീകാരം വേണമെന്നും പറയുന്നുണ്ട്. ഭരണഘടനയുടെ ഫെഡറൽ ഘടന, പാർലമെന്റിൽ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം, അതുപോലെ 7ാം ഷെഡ്യൂളിൽ പറയുന്ന സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും കൺകറന്റ് ലിസ്റ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ഭേദഗതികൾക്കാണ് സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമുള്ളത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിലെ ചില നിർദ്ദേശങ്ങൾ സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള ബന്ധത്തെ നേരിട്ട് തന്നെ ബാധിക്കുന്നതും അവ 7ാം ഷെഡ്യൂൾ പ്രകാരം വരുന്നതുമാണെന്നും അടിവരയിട്ട് പറയുന്നു. അതിനാൽ സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമാണെന്ന് പാർലമെന്റ് കാര്യവിദഗ്ധർ വിശദീകരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അതും മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഭേദഗതികളാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. അത് അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന ബോധ്യം NDA സർക്കാരിനുണ്ട്. ലോകസഭയും നിയമസഭയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുള്ളതിനാൽ സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമില്ല എന്ന മറുവാദവും വന്നിരിക്കുന്നു. എന്നാൽ 2ാം ഘട്ടത്തിൽ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പോടുകൂടി ഒന്നിച്ചാക്കാനുള്ള ഭേദഗതിക്ക് സംസ്ഥാന അനുമതി ആവശ്യമായി വരും. ഈ കടമ്പയും മറികടക്കാൻ നിലവിൽ BJPക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് JPCയിൽ പരമാവധി താഴ്ന്നുകൊടുത്തിരിക്കുകയാണ് ഭരണകക്ഷിയിൽ നിന്നുള്ള പ്രതിനിധികൾ ചെയ്തിരിക്കുന്നത്. ലോകസഭയിൽ ഇന്ത്യ മുന്നണി ഭരണമുന്നണിയുടെ നീക്കങ്ങളെ ഒരുമിച്ച് നേരിട്ടതോടെയാണ് JPC സാധ്യമായത്. പ്രതിപക്ഷ ഐക്യം ശക്തമായി പ്രതിരോധം തീർത്തതോടെയാണ് ബില്ല് JPCയുടെ പരിഗണനയ്ക്ക് വിടാൻ ഭരണപക്ഷത്തെ നിർബന്ധിതമാക്കിയത്. 129ാമത് ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെന്റിൽ പാസ്സാകാൻ വോട്ട് ചെയ്യുന്നവരുടെ മുന്നിൽ 3/2 ഭൂരിപക്ഷം വേണം. ഇരുസഭകളിലും കേവല ഭൂരിപക്ഷവും ആവശ്യമാണ്. 542 അംഗങ്ങളുള്ള ലോകസഭയിൽ ബില്ല് പാസ്സാക്കാൻ 362 പേരുടെ പിന്തുണ കൂടിയേ മതിയാവൂ. ഇപ്പോൾ ലോകസഭയിൽ NDAക്ക് സ്പീക്കറെ ഒഴിവാക്കിയാൽ വെറും 292 അംഗങ്ങളുടെ പിന്തുണ മാത്രമാണുള്ളത്. ഇന്ത്യ മുന്നണിക്ക് 236 പേരുടെ പിന്തുണയുണ്ട്. 9 MP-മാരുള്ള 6 പാർട്ടികൾ ഒരു പക്ഷത്തുമില്ല. അകാലിദൾ, AEM, SP, കാൻശിറാം എന്നീ പാർട്ടികൾ ബില്ലിനെ എതിർക്കുന്നുമുണ്ട്. ഇരുമുന്നണിയിലുമില്ലാത്ത 4 MP-മാരുള്ള YSR കോൺഗ്രസും BJPയുമായി അത്ര സ്വരച്ചേർച്ചയിലല്ല എന്നിരിക്കെ JPCയിലൂടെ പുറത്തുവരുന്ന ബില്ല് ഏത് രീതിയിലും പാസ്സാക്കാനുള്ള വിട്ടുവീഴ്ചകളാണ് NDA സർക്കാർ ചെയ്യുന്നത്.